ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള കുക്കറിൽ തന്നെ ചിക്കൻ്റെ സ്റ്റൂ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 4 ഗ്രാമ്പും പിന്നെ ഒരു 2 പീസ് പട്ട ഇത്രയും ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഒരു 2 വലിയ ഉള്ളി ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5 പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനിയിലേക്ക് ചിക്കൻ, ഒരു ഫുൾ ചിക്കന് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 കിലോൻ്റെ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് കട്ട് ചെയ്തത് ഇതുപോലെ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 2ാം പാലൊഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 2 വിസിൽ കഴിഞ്ഞിട്ട് അതിൻ്റെ എയറെല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. അപ്പോൾ ചിക്കനെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ സ്റ്റൂ ഒന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു സൂത്രം ചെയ്യാം. ഇതിൽ നിന്ന് കുറച്ച് ഉരുളക്കിഴങ്ങ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ കുറച്ച് ഇത്ര ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് കുറച്ച് തേങ്ങാപ്പാൽ വെച്ചിട്ട് അരച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിക്കായി കിട്ടും. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ 1ാം പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 1ാം പാൽ ഒഴിച്ചെടുത്തതിന് ശേഷം നല്ലോണം തിളപ്പിച്ചെടുക്കണ്ട. പിന്നെ കുറച്ച് ആവശ്യത്തിന് എരിവിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഗീ റൈസിൻ്റെ കൂടെയും ചപ്പാത്തി, പൊറോട്ട, പിന്നെ വെള്ളയപ്പം ഇതിൻ്റെ എല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ, താങ്ക്